നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകുമാരൻ തമ്പിയുടെ ചെറുകഥകൾ അതിലെ തനിയാവർത്തനം എന്ന ചെറുകഥയാണ് നമ്മളിന്ന് വായിക്കുന്നത്. പകൽ സമയം ഭർത്താവിനെ അല്പം പോലും ഉറക്കരുതെന്ന് വളരെ നിർബന്ധമുള്ള കൂട്ടത്തിലാണ് സുശീല. രണ്ട് വിരുദ്ധ ആശയങ്ങൾ തമ്മിലുള്ള ആ സന്ധിയില്ലാത്ത സംഘടനം എല്ലാ ഞായറാഴ്ചയും പതിവുള്ളതാണ്. ഒടുവിൽ അത് മൂക്കുചിറ്റലിലും അയാളുടെ ക്രൂരതയുടെ പൊളിച്ചെഴുത്തിലുമായിരിക്കും അവസാനിക്കുക. പക്ഷേ ഇന്ന് പരിപൂർണ്ണ നിസ്സഹരണ പ്രസ്ഥാനമാണ് ഭാര്യ ഭർത്താവിൻ്റെ നേർക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ തിരിഞ്ഞു കിടക്കുന്നതിനിടയിൽ വേദനയും കോപവും കലർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞ വാക്കുകൾ പ്രഭാകരൻ നായർ ഓർത്തുപോയി. എന്നെ കരയിക്കുന്നതാണ് നിങ്ങളുടെ ഹോബി. വിവാഹത്തിന് മുമ്പ് പല പ്രാവശ്യം കത്തുകളിലൂടെ അയാൾ ആ വാക്കുകൾ അവളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അന്നൊക്കെ അയാൾക്ക് ദേഷ്യം തോന്നുമായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും അതേ പല്ലവി തന്നെ ആവർത്തിക്കപ്പെട്ടപ്പോൾ ആ ദേഷ്യം വിനോദമായി മാറി. ഇപ്പോൾ വാതിൽപ്പടിയിൽ പോയിരുന്ന കൈത്തലം കൊണ്ട് മുഖം താങ്ങി കരയുകയായിരിക്കും അവൾ. പാവം പെണ്ണ്. അല്പം കഴിയുമ്പോൾ കാപ്പിക്കപ്പുമായി ചിരിച്ചുകൊണ്ട് കയറി വരുന്നത് കാണാം. സത്യത്തിൽ ഇത്ര നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞ താൻ ഭാഗ്യവാനല്ലേ. കാറ്റിൽ ഇളകിയാടുന്ന വിൻഡോ കർട്ടൻ ഉയർത്തി അയാൾ പുറത്തേക്ക് നോക്കി. വെയിൽ എരിഞ്ഞടങ്ങാനുള്ള ആരംഭമാണ്. അതോ മഴക്കാറ് കൊണ്ട് തോന്നുന്നതാണോ? കതക് കരയുന്ന ശബ്ദം കേട്ടപ്പോൾ പ്രഭാകരൻ നായർ നേരെ കിടന്നു. അല്ല, കോപമെല്ലാം ഇത്ര വേഗം തണുത്തുപോയോ? സ്നേഹമില്ലാത്ത ഭർത്താവിന് കാപ്പിയുമായി എത്തിയിരിക്കുകയാണ്. തലയുയർത്തി നോക്കിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി. വേലക്കാരി പെണ്ണ് കയ്യിൽ കാപ്പിയുമായി മുന്നിൽ നിൽക്കുന്നു. ദേ കാപ്പി. ഒന്നും പറയാതെ അയാൾ കാപ്പി കയ്യിൽ വാങ്ങി. അപ്പോൾ മദാമ ഇനിയും നോർമലിൽ എത്തിച്ചേർന്നിട്ടില്ല. പ്രഭാകരൻ നായർ അപ്പോഴും ചിരിച്ചു. അല്പനേരത്തേക്ക് അങ്ങോട്ടും ഇതുപോലെ കനമായി തന്നെ പെരുമാറിക്കളയാൻ പുരുഷത്വം പരാജയപ്പെടരുതല്ലോ. ഷർട്ടും മുണ്ടും മാറി മുടിയും ചീകി അയാൾ പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിൽ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീമതി അടുക്കളയുടെ കിളിവാതിലിലൂടെ എത്തി നോക്കുന്നത് കണ്ടു. അയാൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു. ചുണ്ടിലൂറിയ പുഞ്ചിരിയുമായി പ്രഭാകരൻ നായർ പാർക്കിലേക്ക് നടന്നു. സ്നേഹിതന്മാരുമായി കോങ്കോയിലെയും റഷ്യയിലെയും സംഭവ വികാസങ്ങളെപ്പറ്റിയും സംഗീത നാടക അക്കാദമിയിലെ അപാകതകളെപ്പറ്റിയും നീണ്ട നീണ്ട ചർച്ചകൾ ചെയ്യുമ്പോഴും അയാളുടെ ചിന്തകൾ വീട്ടിലെ അടുക്കളയ്ക്കുള്ളിൽ പതറി നടക്കുകയായിരുന്നു. ലഘുവായ അനുഭവങ്ങളുടെ സ്പർശനമാത്രയിൽ പോലും നൊമ്പരം അനുഭവപ്പെടുന്ന മനസ്സിൻ്റെ ഭിത്തിയിൽ കിളിവാതിലിൻ്റെ മറവിൽ വെറുപ്പോടെ ഇമ്മ വെട്ടിച്ച രണ്ട് കണ്ണുകൾ തെളിഞ്ഞു നിന്നു. അവളെ വേദനിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറഞ്ഞു. തൻ്റെ വാക്കുകൾ അവളെ ഇത്രമാത്രം ഇളക്കി മറിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഭർത്താവിനോട് കൂടുതൽ തുറന്ന് സംസാരിക്കാനും മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കാനും സുശീലയ്ക്ക് അവസരം കിട്ടുന്നത് അവധി ദിവസങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവൾ തൻ്റെ സുഖനിദ്രയ്ക്ക് എതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവളെ ശരീരത്തോട് ചേർത്തിരുത്തി ഒരു വാക്കെങ്കിലും സംസാരിക്കാൻ ഒരിക്കൽ താൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഊണ് കഴിഞ്ഞ് കൈകഴുകി കിടക്കൽ വന്നിരുന്നപ്പോഴേക്കും അവളും എത്തിക്കഴിഞ്ഞു. ആ പുരികത്തിൻ്റെ ചലനങ്ങളും ചുണ്ടുകളുടെ കോട്ടവും നോക്കി രസിക്കുന്നതിനിടയിൽ ഇത് തന്നെ സമയമെന്ന് കണ്ട് അവൾ പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ കോട്ടയത്ത് പഠിച്ച ആ ലീലാമ്മയുണ്ടല്ലോ. ലീലാമ്മ ഉണ്ടോ മരിച്ചോ എന്ന് ഞാനെങ്ങനെ അറിയുന്നേ? ഓ, കളിയാക്കാതെ. ഇത് കേൾക്കൂ, അത് കഴിഞ്ഞ ആഴ്ച ഇരട്ട പ്രസവിച്ചത്രേ. ശരിയാണോ? അവളുടെ വാർത്തയിൽ ലീനചിത്തനായി ഇരിക്കുകയാണെന്ന് നടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. സുശീല കുറച്ചുനേരം നിശബ്ദയായിരുന്നു. അവൾ എന്തോ ചിന്തിക്കുകയാണെന്ന് തോന്നി. ആത്മാവിൽ മധുരം പുരട്ടുന്ന ഏതോ കാര്യമാണതെന്ന് അവളുടെ കണ്ണുകളിൽ തിളങ്ങിയ വികാരത്തിൽ നിന്നും അയാൾക്ക് മനസ്സിലായി. അല്പസമയം കഴിഞ്ഞ് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ ലജ്ജയോടെ അവൾ ചോദിച്ചു. പിന്നെ എന്താ, ഒന്ന് ചോദിച്ചോട്ടെ? ചേച്ചേ, ഞായറാഴ്ചയുമായിട്ട് ഒന്നാണോ? ഏതായാലും ചോദിക്കുന്നില്ലേ, പിന്നെ അതിൻ്റെ എണ്ണത്തിലെന്താ കൺട്രോൾ ഏർപ്പെടുത്തുന്നത്? കളിയാക്കാനെങ്കിൽ ഞാനില്ല. ഇല്ല കൊച്ചേ, നീ ചോദിച്ചോ. പിന്നെ നമുക്ക് ആദ്യം ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വേണ്ടത്? ആ ചോദ്യം കേട്ടപ്പോൾ അയാളുടെ ഹൃദയമാകെ ഇളകി മറിയുന്നത് പോലെ തോന്നി. എന്തൊക്കെയോ ചിന്തകൾ അയാളെ ഏറെ നേരത്തേക്ക് മൂകനാക്കി കളഞ്ഞു. മറുപടി കാത്തിരുന്ന് ക്ഷമ നശിച്ച് അവൾ ചോദിച്ചു. എന്താ ഒന്നും പറയാത്തത്? ഉറക്കമുണ്ടെന്നവനെ പോലെ അയാൾ പറഞ്ഞു. പിന്നെ ആൺകുട്ടി മതി. അതെന്താ? പെൺകുട്ടിയായാൽ? അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു മനുഷ്യൻ കൂടി എന്നെപ്പോലെ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. പെട്ടെന്ന് അവളുടെ മുഖഭാവത്തിന് മാറ്റം വന്നു. കവിളുകൾ രണ്ടും ചുവന്നു തൊടുത്തു. കൺപീലികൾ നനഞ്ഞു. ഇടറുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അതെ, ഞാൻ വഞ്ചകി തന്നെയാണ്, വഞ്ചകി. നീളത്തിൽ പിന്നിയിട്ട് തലമുടി ആയത്തിൽ ആട്ടിക്കൊണ്ട് തല വെട്ടിച്ച് അവൾ അയാളുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോയി. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വഴക്കുകൾ എല്ലാ ഞായറാഴ്ചയും പതിവുള്ളതാണ്. പക്ഷേ ഇത് ഏതാനും നിമിഷങ്ങൾ മാത്രമേ അത് നീണ്ടു നിൽക്കുകയുള്ളൂ. ഇന്നത്തെ നില അല്പം ഭിന്നമായ രീതിയാണ് അവലംബിച്ചു കാണുന്നത്. പ്രഭാകരൻ നായർ കാലുകൾ നീട്ടിവെച്ച് നടന്നു. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. എരിതീയിൽ എണ്ണ പകരുന്നത് ശരിയല്ലല്ലോ. ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ അടുക്കളയിൽ പ്ലേറ്റ് കിലുങ്ങുന്ന ശബ്ദം കേട്ടു. അയാൾ വരുന്നെന്ന് മനസ്സിലാക്കിയ സുശീല അത്താഴം വിളമ്പുകയാണ്. അവൾ ശാന്തയാണെന്നാണ് തോന്നുന്നത്. അപ്പോഴും അയാൾ അമർത്തി ചിരിച്ചു. മുറിയിൽ കയറി ഷർട്ടൂരി ഹാങ്ങറിൽ തൂക്കിയില്ല. അതിനു മുമ്പ് തന്നെ അടുത്ത മുറിയിൽ നിന്നും ഒരു ശബ്ദം വരുന്നു. ചോറ് വിളമ്പി.
ചുണ്ടിൽ മറന്നുവെച്ച പുഞ്ചിരിയോടുകൂടി തന്നെ അയാൾ കൈ കഴുകി ഊണുമുറിയിലേക്ക് പോയി. ഡെസ്കിൻ്റെ പുറത്ത് ചോറും കൂട്ടാനും വിളമ്പി നിരത്തി വെച്ചിട്ടുണ്ട്. അയാൾ ബെഞ്ചിലിരുന്നപ്പോഴേക്കും അവൾ കിടപ്പുമുറിയിൽ എത്തിക്കഴിഞ്ഞു. ഊണ് കഴിക്കുന്നതിൽ ഇടയ്ക്കിടെ അയാൾ തിരിഞ്ഞു നോക്കി. അവൾ അരികിൽ വന്ന് നിന്നിരുന്നെങ്കിൽ എന്നയാൾ ആഗ്രഹിച്ചു. കപ്പിൽ പകർന്നു വെച്ചിരുന്ന ജീരകവെള്ളം മുഴുവൻ കുടിച്ചു തീർന്നിട്ടും ദാഹം തീർന്നില്ല. അയാൾക്ക് നീരസം തോന്നി. അവളെ വിളിക്കാൻ അയാൾ നാവ് ഉയർത്തി. പക്ഷെ വിളിച്ചില്ല. എച്ചിൽ കൈയോടെ വെള്ളം പകർന്നെടുത്ത് കുടിച്ചപ്പോൾ അയാൾ പിറുപിറുത്തു. എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ. സുശീല കിടക്കിൽ ചെവി കൂർപ്പിച്ച് കിടക്കുകയായിരുന്നു. ഊണ് കഴിക്കുമ്പോൾ അവൾ അടുത്തുണ്ടായിരിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുള്ളതാണ്. ആ രഹസ്യം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവൾ അകന്നു മാറിക്കളഞ്ഞത്. ഉണ്ട് തീരുന്നതിന് മുമ്പ് ഭർത്താവ് തീർച്ചയായും തന്നെ വിളിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ മുഖം ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ കവിളത്ത് നുള്ളാൻ ശ്രമിക്കും. അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു പോകും. എങ്കിൽ തീർച്ചയായും അദ്ദേഹം സാന്ത്വനിപ്പിക്കും. കള്ളിപ്പെണ്ണെ, ഞാൻ കളി പറഞ്ഞതല്ലേ, നീ ഇത് കാര്യമാക്കി കളഞ്ഞല്ലോ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അയാൾ കൈകഴിയിട്ട് പാത്രം ശക്തിയോടെ താഴെയിടുന്ന കേട്ടപ്പോൾ അവൾക്ക് കൂടുതൽ വേദനയും പ്രതികാരവും തോന്നി. അപ്പോൾ അദ്ദേഹം അത് കാര്യമായി തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതുവരെ പിണക്കം തീർക്കേണ്ട അദ്ദേഹമല്ലേ? എന്ത് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയായിപ്പോയല്ലോ. അവൾ പാത്രം കഴുകി വെച്ചിട്ട് കിടപ്പുമുറിയിൽ വന്നു. പുസ്തകം വായിച്ചുകൊണ്ടെന്ന് അയാൾ തലയുയർത്തി നോക്കി. അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. നീ എന്തേ ഊണ് കഴിക്കാത്തത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അയാൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അധികപ്രസംഗിയാകാൻ പാടില്ല. ഒരു ഭാര്യയുടെ കടമ പോലും മറക്കാൻ തുടങ്ങിയാൽ തന്നോട് അവഗണന കാണിച്ചതിന് അവൾ തന്നെ ആദ്യം ക്ഷമ ചോദിക്കണം. അല്ലെങ്കിൽ തൻ്റെ അധികാരം വ്രണപ്പെടുകയാണ്, പുരുഷത്വം തരം താഴ്ത്തപ്പെടുകയാണ്. അടുത്തടുത്ത കിടക്കുകളിൽ അവർ നിശബ്ദരായി കിടന്നു. പക്ഷേ രണ്ട് ഹൃദയങ്ങളും പരസ്പരം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആവലാതികൾ, കുറ്റങ്ങൾ, സ്നേഹമില്ലായ്മകളെല്ലാം. രാത്രിയിൽ സുശീല കണ്ണടയ്ക്കുക പോലും ചെയ്തിട്ടില്ല. അയാൾ ഇത്രയും മാത്രം ഹൃദയശൂന്യത കാണിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. താൻ ഒരു കല്ലോ മരമോ അല്ലെന്ന് ഇനിയെങ്കിലും അയാൾ മനസ്സിലാക്കിയെങ്കിൽ. ഒഴിഞ്ഞ വയറുമായി അടുത്ത് കിടന്നിട്ട് ഒരൊറ്റ വാക്കെങ്കിലും പറയാൻ കൂട്ടാക്കാത്ത മനുഷ്യൻ. എൻ്റെ ദൈവമേ, ഓന്തിനെ പോലെ നിറമാർന്ന മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അനുഭവത്തിൽ അറിയാൻ കഴിഞ്ഞു. വലുതായ സംഭവ വികാസങ്ങൾക്കൊന്നും തന്നെ സാക്ഷി നിൽക്കാതെ തയ്യാറാകാതെ പിന്നെയും മണിക്കൂറുകളും ദിവസങ്ങളും കടന്നുപോയി. ആരും പരസ്പരം സംസാരിച്ചിട്ടില്ല. ഓരോ നിമിഷവും ഭർത്താവ് തന്നെ സമീപിക്കുമെന്ന് ഭാര്യയും, ഭാര്യ തന്നോട് മാപ്പ് ചോദിക്കുമെന്ന് ഭർത്താവും പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ പ്രതീക്ഷകൾ പൂവണിഞ്ഞില്ല. ആഗ്രഹങ്ങൾ സഫലമായില്ല. ദിവസേന പതിവായി ഒരു പൂവെങ്കിലും വിടരുന്ന റോസാച്ചെടിയുടെ ചുവട്ടിൽ പല പൂക്കൾ വാടിക്കരിഞ്ഞു കിടന്നു. ഹൃദയമുള്ള തൂപ്പുകാരി അവയെ ചവറുകൂനയിലേക്ക് തൂത്തെറിഞ്ഞില്ല. ഒരു ദിവസം വൈകിട്ട് പ്രഭാകരൻ നായർ ഓഫീസിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ആരോ ഒരാൾ വരാന്തയിൽ കസേരയിൽ കിടക്കുന്നു. അടുത്തന്നെ നിറകണ്ണുകളുമായി ഭാര്യയും. അയാൾക്ക് വളരെ വേഗം ആളുടെ മനസ്സിലായി. സുശീലയുടെ അച്ഛൻ. പ്രഭാകരൻ നായരുടെ മുഖത്ത് മഞ്ഞ രേഖകൾ വീണു. എപ്പോൾ വന്നു? അയാൾ ലോഹ്യം ചോദിച്ചു. പക്ഷേ ഹൃദയത്തിൽ അസ്വസ്ഥത കൊണ്ടാവാം അത് വെറും ലോഹ്യത്തിന് വേണ്ടി തന്നെ ചോദിച്ചതാണെന്ന് സ്പഷ്ടവുമായിരുന്നു. കുറച്ചു നേരമായി. അത്ര രസമില്ലാത്ത മറുപടി. അപ്പോൾ സുശീല എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ്റെ ഒരു പുന്നാര മോൾ. അവൾ പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് നൊമ്പരം തോന്നി. മുറ്റത്തെ റോസാച്ചെടിയിൽ വിടർന്നു നിൽക്കുന്ന പൂവിലേക്ക് നോക്കിയപ്പോൾ അതുവരെ കോപം പ്രഭാകരൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അന്ന് അയാൾ നടക്കാൻ പോയില്ല. രാത്രിയിൽ ഏകനായി ഉറങ്ങാൻ കിടന്നപ്പോൾ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം പൂർവാധികം വർദ്ധിച്ചിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന സുശീലയുടെ കിടക്കിലേക്ക് നോക്കി അയാൾ ശബ്ദമടക്കി കരഞ്ഞു. അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം മനസ്സിലുദിക്കുമ്പോൾ പ്രഭാകരൻ നായർക്ക് മീശ കുരുത്തു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്ത്രീയുടെ കാര്യം വ്യത്യസ്തമാണല്ലോ. അന്നും സ്വപ്നങ്ങൾ കാണുന്ന സുന്ദരിയായ യുവതിയായിരുന്നു അവൾ. നീണ്ട 5 വർഷങ്ങൾ അയാൾക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. എത്ര വിവാഹാലോചനകൾ അയാൾക്ക് വേണ്ടി അവൾ ധൈര്യപൂർവ്വം വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവസാനം അയാൾ പറയുന്നു താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന്. ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് ആ വാക്കുകൾ സഹിക്കാൻ കഴിയുമോ? സുശീല ഒരു ഭാര്യ മാത്രമല്ല, 5 വർഷങ്ങളായി അവളിൽ അയാളിൽ അവളും ജീവിക്കാൻ തുടങ്ങിയിട്ട്. സത്യത്തിൽ ഒന്ന് ഉറങ്ങണമെന്ന അത്യാഗ്രഹം കൊണ്ട് തൽക്കാലത്തേക്ക് അവളെ പിണക്കി അയക്കാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. വെറും വിനോദത്തിന് വേണ്ടി മാത്രം ഇത്രയേറെ സംഭവ വികാസങ്ങൾ അതിനെ തുടർന്നുണ്ടാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചില്ല. അവളുടെ അച്ഛൻ തന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു കാണും. മോശമായിപ്പോയി. പാതിരാവ് കഴിഞ്ഞപ്പോഴാണ് അയാളുടെ കണ്ണടഞ്ഞത്. പുലർന്നപ്പോൾ അയാളുടെ കണ്ണ് തിരുമ്മി എഴുന്നേറ്റു. പതിവ് പോലെ കട്ടിൽ തലയ്ക്കിൽ സ്റ്റൂളിലേക്ക് കൈ ചെന്നു. എത്ര പിണക്കമാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവൾ ബെഡ് കോഫി കൊണ്ടുവന്ന് സ്റ്റൂളിന് മുകളിൽ അടച്ചു വയ്ക്കാതിരിക്കില്ല. നിരാശയും വേദനയും അയാളെ ഞെരുകി. അവൾ എന്നേക്കുമായി അകന്നു പോവുകയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾക്ക് അസഹ്യമായിരുന്നു. അത് അനുവദിച്ചുകൂടാ. ഉച്ചയ്ക്കും വൈകിട്ടും ഊണ് കഴിച്ചത് ഹോട്ടലിൽ നിന്നാണ്. വൈകിട്ട് 2-3 കൂട്ടുകാരുമൊത്ത് ഫിലിമിന് പോയി. ജീവിതത്തിൽ ആദ്യമായി അയാൾ സ്നേഹിതരുടെ സ്വീകരണങ്ങൾ പങ്കുകൊണ്ടു. നേരം വെളുക്കാറായപ്പോൾ തളർന്ന ശരീരവും ഉറയ്ക്കാത്ത ചുവടുവയ്പ്പുകളുമായി അയാൾ വീട്ടിൽ വന്നു. കിടക്കയിലേക്ക് വീഴുന്നതിനിടയിൽ അയാൾ മനസ്സിൽ പറഞ്ഞു, അവൾ പോയി തുലയട്ടെ. ലോകത്ത് വേറെയും പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിനോട് ഒരു വാക്ക് പോലും ഉരിയാടാതെ 4 ദിവസം കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണെന്ന് സുശീലയ്ക്ക് തന്നെ അറിഞ്ഞുകൂടാ. അയാളുടെ നിർവികാരതയിൽ അവൾക്ക് അടക്കാനാവാത്ത വേദന അനുഭവപ്പെട്ടിരുന്നു. അച്ഛൻ വന്നപ്പോൾ അടക്കി നിർത്തിയിട്ടുന്ന വേദന തകർത്തൊഴുകിപ്പോയി. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായതുപോലെ തോന്നി. കുറച്ച് ദിവസം നീ വീട്ടിൽ വന്ന് നിൽക്കുക, അപ്പോഴേക്കും അവൻ അങ്ങ് വരും. അത് നല്ലതാണെന്ന് അവൾക്കും തോന്നി. കുറേ ദിവസം
ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ തീർച്ചയായും പിണക്കമെല്ലാം തീരും. അങ്ങനെയാണ് അവൾ പോയത്. എന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ താൻ ചെയ്തത് ബുദ്ധിമോശമായിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണ്. താൻ തന്നെ തോറ്റുകൊടുക്കുകയായിരുന്നു നല്ലത്. അതുകൊണ്ട് അഭിമാനം നഷ്ടപ്പെടുകയല്ല, വർദ്ധിക്കുകയുള്ളൂ. അന്ന് രാത്രി സുശീലയ്ക്ക് കടുത്ത വയറുവേദനയായിരുന്നു. അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവൾ നിശബ്ദമായി വേദന സഹിച്ചുകൊണ്ട് കിടന്നു. പ്രഭാതത്തിൽ ഉറക്കമുണർന്നപ്പോൾ മനം പുറ്റുന്ന പോലെ തോന്നി. വരാന്തയിൽ വന്നിരുന്നവൾ ഛർദ്ദിച്ചു. സുശീലയുടെ അടിവയറ്റിൽ ഒരു സംഭ്രമവും ഹൃദയത്തിൽ വിഭ്രാന്തിയും അനുഭവപ്പെട്ടു. ഓ, എങ്കിൽ എൻ്റെ ദൈവമേ! അമ്മ ഓടി വന്ന് അവളുടെ പുറം തിരുമ്മിക്കൊടുത്തു. അപ്പോൾ സുശീല ചിന്തിച്ചു, അവിടെയായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം തന്നെ തൻ്റെ പുറം തലോടുമായിരുന്നു. മധുരിക്കുന്ന ആശ്വാസവചനങ്ങൾ പറയുമായിരുന്നു. അവൾക്ക് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. കിടക്കിൽ പോയി കിടന്ന് അവൾ വിങ്ങിപ്പൊട്ടി. അമ്മയും അച്ഛനുമായി രഹസ്യം പറയുന്നത് അവൾ കേട്ടു. അവർക്ക് എന്ത് സന്തോഷമാണ്! മകൾ ഗർഭിണിയാണെന്ന വാർത്ത അവരെ ആനന്ദഭരിതരാക്കി തീർത്തിരിക്കുന്നു. കഷ്ടം! അദ്ദേഹം അറിഞ്ഞിരുന്നുവെങ്കിൽ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. വളരെയേറെ വികാരനിർഭരമായി അവൾ അയാൾക്കെഴുതി. അതിൽ അയാളുടെ സ്നേഹക്കുറവിനെപ്പറ്റിയോ കുത്തുവാക്കുകളെപ്പറ്റിയോ സൂചിപ്പിച്ചിരുന്നില്ല. മറിച്ച് ഒരു കുറ്റവാളിയുടെ ഹൃദയത്തുടിപ്പുകളായിരുന്നു ആ കത്തിലുടനീളം. അവസാനം എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണേ എന്ന വേദനയുടെ അഭ്യർത്ഥനയും. 1, 2, 3 ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും സന്ധ്യ കഴിയുന്നതുവരെ ജനാലയിലൂടെ റോഡിലേക്ക് നോക്കി അയാളുടെ നിഴൽ അകലെത്തെങ്ങാനും കാണുന്നുണ്ടോ എന്ന് സൂക്ഷിച്ച് അവൾ ഇരുന്നു. പക്ഷേ അയാൾ വന്നില്ല. അവളുടെ കത്തിനു മറുപടി അയച്ചതുമില്ല. നീ കരയാതെ മോളെ, അവൻ തീർച്ചയായും വരും. അമ്മ അവളെ ആശ്വസിപ്പിച്ചു. സുശീലയുടെ ഹൃദയം പ്രക്ഷുബ്ധമായിരുന്നു. അവൾ എന്തൊക്കെയോ സംശയിച്ചു. അവൾ പിന്നെയും അയാൾക്കെഴുതി. ഒരു രാത്രിയിൽ അയാൾ മറ്റൊരു പെൺകുട്ടിയുമായി തോളുരുമ്മി പാർക്കിലേക്ക് നടന്നു പോയതായി അവൾ സ്വപ്നം കണ്ടു. അവൾ ഉറക്കത്തിൽ വളരെയേറെ കരഞ്ഞു. ഒരു തിങ്കളാഴ്ച ചേച്ചിയും ഭർത്താവും വീട്ടിൽ വന്നിരുന്നു. അവർ ഇളയ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഗുരുവായൂർക്ക് പോവുകയാണ്. അവളെയും അനിയത്തിയും വീട്ടുകാവലിനാക്കിയിട്ട് അച്ഛനും അമ്മയും അവരോടൊപ്പം ചോറൂടിന് പോയി. അനിയത്തിയെ ഒരുക്കി സ്കൂളിൽ അയച്ചിട്ട് അവൾ കിടക്കയിൽ വന്ന് കിടന്നു. ഉച്ചയ്ക്ക് 12 മണിയായി കാണും. അപ്പോൾ അടുക്കളക്കാരി ജാനു എന്ന് പറഞ്ഞു, ദേണ്ടേ അപ്പുറത്തൊരാൾ വന്നിരിക്കുന്നു. അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് വാതിൽക്കലെത്തിയപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ്റെ ചാരുകസേരയിൽ സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരാൾ കിടക്കുന്നു. അദ്ദേഹം. അയാളുടെ മുന്നിൽ ചെന്ന് അവൾ മുഖം തിരിച്ചു നിന്നു. എന്ത് പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. കണ്ണുകൾ നിറയുകയും കരളെരിയുകയും ചെയ്തു. ശ്രീമതി, തിരിഞ്ഞു നിന്നേ, ആ മുഖമൊന്ന് കാണട്ടെ. അയാൾ എഴുന്നേറ്റു. അവളുടെ പുറകിൽ വന്നു നിന്നു. അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ മാറിലേക്ക് തളർന്നു വീണു. എന്നോട് ക്ഷമിക്കണേ, എനിക്ക് മറ്റാരുണ്ട്? എൻ്റെ മണ്ടിപ്പെണ്ണെ, അതിന് ക്ഷമിക്കാനും മാത്രം എന്തുണ്ടായി? സത്യത്തിൽ ഞാനല്ലേ തെറ്റുകാരൻ? അത് പറഞ്ഞപ്പോൾ ധീരനായ പ്രഭാകരൻ നായർ കരയുകയായിരുന്നു. നന്ദി.